നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഈ കാണുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടികളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതൊരു ഈവനിങ് ആയതുകൊണ്ട് തന്നെ നാളത്തേക്കുള്ള, അതായത് ഒരു വീക്ക് ഡേ ആട്ടോ. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കട്ട് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ വെക്കുന്നു. ഈ മാങ്ങ കട്ട് ചെയ്യുന്നത് നാളത്തേക്കില്ല, ഈ മാങ്ങ കട്ട് ചെയ്യുന്നത് ഇന്നത്തേക്ക് വേണ്ടി തന്നെ കേട്ടോ. 2-3 മാങ്ങയുണ്ട്. ഈ മാങ്ങ കട്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗസ്റ്റ് വരുന്നുണ്ട്, അവർക്ക് കൊടുക്കാൻ എന്ത് ഉണ്ടാക്കുമെന്ന് വിചാരിച്ചപ്പോഴത്തേന് പെട്ടെന്നൊരു ഐഡിയ തോന്നിയത് കേട്ടോ, മാംഗോ ഷേക്ക് ഉണ്ടാക്കാനും. അപ്പം അതിന് പറ്റിയ മാംഗോ ആയിരുന്നു. അപ്പം അതെല്ലാം ഇങ്ങനെ കുഞ്ഞു പീസസ് ആക്കി കട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാൻ കേട്ടോ. ഒരു 8 ഒക്കെ ആകുമ്പോഴത്തേനായിരിക്കും അവർ വരുന്നത്. മുന്നേ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ എൻ്റെ ബാക്കി പരിപാടികളൊക്കെ കഴിയുമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ആ ഫ്രിഡ്ജിൽ ഇതെല്ലാം സെറ്റ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ. നമുക്കെല്ലാം കഴിഞ്ഞിരിക്കുമായിരുന്നു. പയറുണ്ടെങ്കിൽ മേടിക്കാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ വള്ളിപ്പയർ മേടിച്ചിട്ട് വന്നു. എനിക്ക് പയർ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ബ്രൗൺ കളർ വരുന്നത് എനിക്കിഷ്ടമല്ല. നമ്മൾ ഈ പയറൊക്കെ ഇങ്ങനത്തെ കുനുകുനാ അരിഞ്ഞ് ഇങ്ങനെ വെക്കുവാണെന്നുണ്ടെങ്കിൽ നാളത്തേക്ക് വേണ്ടിയിട്ടാട്ടോ, തോരൻ വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ കുറേ സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഴിഞ്ഞൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്ലാസ് കണ്ടെയ്നേഴ്സ് കേട്ടോ. അപ്പം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടും കേട്ടോ. അപ്പം ഞാൻ മിക്കവാറും ഉള്ള ദിവസങ്ങളിൽ ഞാൻ വർക്ക് ചെയ്യുന്ന ടൈം തൊട്ടേ എനിക്കുള്ള പ്രശ്നമാണ്, ഞാൻ എല്ലാ പരിപാടികളും തലേന്ന് തന്നെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അതിൽ വേറെ ഒരു കുഴപ്പമില്ല. നമ്മൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി. നമ്മുടെ പിറ്റേന്നത്തെ ജോലികളെല്ലാം ഭയങ്കര എളുപ്പമായിരിക്കും. അതല്ല, ഒരുപാട് കിച്ചണിൽ കിടന്ന് ജോലി ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇത് ചെയ്യേണ്ടി വരത്തില്ല കേട്ടോ. എൻ്റെ കാര്യം പറയുവാണെങ്കിൽ എനിക്ക് കിച്ചണിൽ പണിയെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എന്നാൽ എൻ്റെ പണികളെ ഞാനൊരു വിചാരിക്കുന്ന ടൈമിനുള്ളിൽ ഞാൻ തീർക്കുകയും ചെയ്യട്ടെ. എനിക്ക് ഒരുപാട് നേരം കിച്ചണിൽ കിടന്ന് അല്ലെങ്കിൽ രാവിലെ 9 മണിക്ക് കയറി 12 മണിക്ക് ഇറങ്ങിയാൽ മതി, ആ പരിപാടികളൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പം നമ്മൾ കുറേയൊക്കെ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ പോലും തന്നെയും ഞാൻ കിച്ചണിലധികം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാട്ടോ. എൻ്റെ പണികളെല്ലാം കഴിയുക, ഞാൻ പെട്ടെന്ന് ഇറങ്ങുക, അത് തന്നെയാണ് പരിപാടി. അപ്പം അത്യാവശ്യം തക്കാളി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 1/2 കിലോ മേടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ 2-3 ബോക്സസിനകത്താക്കി വെക്കുമ്പോഴത്തേന് ഫ്രിഡ്ജിൽ വെക്കാമല്ലോ. പിന്നെ പൊട്ടറ്റോ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് പൊട്ടറ്റോ ഫ്രിഡ്ജിൽ വെച്ചുകൂടാന്ന്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. പൊട്ടറ്റോ ഫ്രിഡ്ജിൽ വെക്കുന്നതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഞാൻ കുറേ നെറ്റിലൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിനകത്തേക്കും ഭയങ്കര ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. പിന്നെ ബാക്കി വെജിറ്റബിൾസ്, ക്യാരറ്റ് ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് ലിസ്റ്റ് കൊടുക്കും കേട്ടോ. നമുക്കിവിടെ സ്ഥിരം വേണ്ടുന്ന കുറച്ച് വെജിറ്റബിൾസാണ് ക്യാരറ്റ്, ടൊമാറ്റോ, ഓണിയൻ, അങ്ങനത്തെ സാധനങ്ങൾ എല്ലാ വീടുകളിലും പെട്ടെന്ന് കഴിയുകയും ചെയ്യുമല്ലോ. പിന്നെ ഈ പറയുന്നത് എന്താ പറഞ്ഞാൽ, ഞാൻ എന്നെപ്പോലെ അതായത് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവും കേട്ടോ ഇങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന്. കാരണം എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്തു വെക്കുന്നത്. ഈവൻ ഒരു വീട്ടിലൊരു മെയ്ഡ് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ചെയ്യാനുള്ളത് ഇതുപോലെയൊക്കെ തലേന്ന് കുറച്ച് ടൈം എടുത്ത് സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് നമ്മുടെ ജോലി ഭയങ്കര എളുപ്പമാവും കേട്ടോ. അപ്പം ഇതിനെല്ലാം സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബോക്സിനകത്താക്കി അതും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുവാണെങ്കിൽ അത് കാണുമ്പോൾ തന്നെ ഒരു ഭംഗി കേട്ടോ. എന്നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ കേട്ടോ, ഈ ഭംഗിയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അതിപ്പോൾ നമ്മുടെ കിച്ചണിലായാലും ഫ്രിഡ്ജിലായാലും കാണുമ്പോൾ തന്നെ അട്രാക്ഷൻ വരണം കേട്ടോ. അപ്പോൾ തന്നെ നമുക്കത് എടുക്കാനോ അല്ലെങ്കിൽ ആ ഒരു കിച്ചണിൽ കയറി ജോലി ചെയ്യുമ്പോഴോ ഒരു പോസിറ്റിവിറ്റി തോന്നാറുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചോപ്പർ ഉണ്ടായിരുന്നു, ഈ ചോപ്പറിൻ്റെ ഒരു ഷോർട്സും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇനി എത്ര പ്രശ്നം എന്ന് പറഞ്ഞാലും ഇങ്ങനത്തെ ഒരു ചോപ്പർ അത് ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ നല്ല രസമാണ്. നല്ല രസം എനിക്ക് മാത്രമല്ല, എൻ്റെ 2 പിള്ളേർക്കും ഉണ്ട്. മോനില്ലാത്തത് കൊണ്ട് തന്നെ മോള് വന്നിട്ട് അതുപോലെ പിടിച്ചു. പിന്നെ ഇനി നാളത്തേക്ക് സാമ്പാറിനുള്ള പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് വെക്കും കേട്ടോ. അതും ഒരു ബോക്സിനകത്താക്കി എല്ലാ വെജിറ്റബിൾസും ഉണ്ടായിരുന്നു. അത്യാവശ്യം ഇന്ന് വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഈ ടൊമാറ്റോ 2 എണ്ണം എനിക്ക് മുന്നേ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് ആദ്യം എടുത്തിട്ട് ഇപ്പോൾ കിട്ടിയത് ബാലൻസ് വെച്ച് കേട്ടോ. മറ്റേതിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുവിടുകയാണെങ്കിൽ ഇത് ചീത്തയായിപ്പോവും. പിന്നെ ഈ പഴയ എന്തെങ്കിലും 1-2 വെജിറ്റബിൾസ് ഇരിക്കുവാണെങ്കിൽ അത് തന്നെ ആയിരിക്കും ഞാൻ ഈ സാമ്പാർക്ക് വെക്കുമ്പോഴത്തേന് ആദ്യം എടുത്തിട്ട് പിന്നെ മറ്റേതങ്ങ് എടുക്കും. പിന്നെ നേരത്തെയൊക്കെ പറയുന്ന പോലെ ഇപ്പോഴത്തെ എണ്ണയ്ക്ക് എന്ത് വിലയല്ലേ. അപ്പം ഞാനിപ്പോൾ ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺഫ്ലവർ ഓയിൽ മേടിക്കും കേട്ടോ. അപ്പം അതാകുമ്പോഴത്തേന് പിന്നെ ഈ കടു വറുക്കാനൊക്കെയാണ് ഞാൻ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിൽ മേടിക്കുന്നത്. അപ്പം കുറച്ച് ലാഭം ഉണ്ടെന്നൊന്നുമല്ലേ. എണ്ണയുടെ വില എപ്പോഴൊക്കെ കയറി പോകുമെന്ന് അറിയത്തില്ല. 420 രൂപ ഓണ ടൈമൊക്കെ ആകുമ്പോഴത്തേന് അറിയാൻ പറ്റത്തില്ല. 700 രൂപ. പിന്നെ ഡാൽഡ, പാം ഓയിൽ അതിനൊക്കെയാണല്ലോ കൂടുതൽ യൂസ് അല്ലാണ്ടുള്ളത്. പിന്നെ ഈ സൺഫ്ലവർ ഓയിൽ ഫ്രൈ ഒക്കെ ചെയ്യുന്നതിന് വേറൊരു ടേസ്റ്റ്, എന്നാലും പ്രശ്നമില്ല കേട്ടോ. ഇപ്പോഴത്തെ ഒരു റേറ്റ് വെച്ചിട്ട് തട്ടിക്കൂട്ടിയൊക്കെ പോവാം. പിന്നെ ഈ പറക്കി വെജിറ്റബിൾസ് എല്ലാം നേരെ കൊണ്ട് ഫ്രിഡ്ജിൽ അടുക്കി വെക്കുമ്പം എനിക്കൊരു സന്തോഷവും സമാധാനവും കിട്ടും കേട്ടോ. പിന്നെ എത്രയൊക്കെ അവിടെ ക്ലീൻ ചെയ്താലും പാത്രങ്ങൾ പെരുകി വരും കേട്ടോ. ഇപ്രാവശ്യം ഒരു പാക്കറ്റാണ് ഞാൻ മേടിച്ചത്. അതുപോലെ തന്നെ ഞാൻ 2 ബോട്ടിൽ, അതായത് ഓയിൽ ഡിസ്പെൻസർ 2 എണ്ണം നോക്കിയിട്ട് എനിക്കൊന്നും അങ്ങോട്ട് ശരിയാകുന്നില്ല. 2 ഗ്ലാസ് മേടിച്ചത് എനിക്ക് പെട്ടെന്ന് പൊട്ടിപ്പോയി കേട്ടോ. അത് ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. ആർക്കെങ്കിലും അറിയാവുന്നുണ്ടെങ്കിൽ നല്ലൊരെണ്ണം പറഞ്ഞു തരണേ. നമ്മുടെ മാംഗോ ഷേക്കും ഇതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്ത് അടിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതിനകത്താക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറഞ്ഞു കേട്ടോ. കിച്ചണിലെ പണി കഴിഞ്ഞാൽ
അപ്പോഴേ ഞാൻ ഈ ജനൽ രണ്ടും അടയ്ക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ പൂച്ച വരും, ഇല്ലാന്നുണ്ടെങ്കിൽ കൊതുവും കയറും കേട്ടോ. ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞു. അവിടെയൊക്കെ ഒന്ന് തൂത്ത് എല്ലാ പേപ്പറുകളും ഒക്കെ ഒന്ന് മാറ്റി. കിച്ചൺ മാത്രമേ ഉള്ളൂ കേട്ടോ, ബാക്കിയെല്ലാം മുന്നേ എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഞാൻ ഈ കുളിക്കുന്നതിന് മുന്നേ സാധാരണ പരിപാടികൾ കഴിയുന്നതാണ്. പക്ഷേ ഇന്ന് ഒരു ഗസ്റ്റ് വരുന്നത് പെട്ടെന്ന് പറഞ്ഞു, പിന്നെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചത് ലേറ്റ് ആയതുകൊണ്ടാണ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള പരിപാടികൾ. പിന്നെ ഈ എണ്ണയും കൂടെയൊക്കെ തുടച്ച് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈവനിങ് പരിപാടികളൊക്കെ കഴിയും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. ടാറ്റാ.